Hi my dear friends, welcome to Varma's Vijay World. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉലുവ നാരങ്ങ നിറയ്ക്കണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉലുവ നാരങ്ങയുടെ ഈ ഭരണി തുറക്കണ സമയത്തുള്ള വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഉലുവ നാരങ്ങയുടെ ഭരണി തുറന്നിട്ട് കുറച്ച് ദിവസമായി, എന്നാലും നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ആ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. ഉലുവ നാരങ്ങ നിറയ്ക്കണ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്കും നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 21 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ ഉലുവ നാരങ്ങ അലിത്ത് തുടങ്ങും, പാകാവും. നമ്മളിപ്പോൾ ഇവിടെ ഈ ഭരണി തുറക്കുമ്പോൾ 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഭരണി ഒന്ന് തുറന്ന് നോക്കാം. നിറച്ച നാരങ്ങ മസാലപ്പൊടിയിലും അതുപോലെ തന്നെ എണ്ണയിലും ഇരുന്ന് അങ്ങോട്ട് അമർന്ന് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇപ്പോൾ ഇതിരിക്കണത്. അപ്പോൾ ഇത് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് വേണം എടുക്കാനായിട്ട്. സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ നാരങ്ങ പൊട്ടാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നാരങ്ങ നല്ല പാകം വന്നിട്ടുണ്ടാവും, അലുത്തിട്ടുണ്ടാവും. അപ്പോൾ പതുക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് അപ്പാടെ ഒരുമിച്ച് നമുക്ക് പെട്ടെന്ന് ഇളകി പോരും. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആദ്യം ഇങ്ങനെ കുറച്ച് എടുത്ത് കാണിക്കുന്നത്. ഇനി അതിനുശേഷം ഞാനും ഇത് അടിഭാഗത്തുനിന്ന് തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിറച്ച നാരങ്ങ നമ്മൾ ഇതുപോലെ ലെയറായിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള മസാലപ്പൊടിയുടെ അളവ് അനുസരിച്ചിട്ട് ഓരോ ലെയറിൻ്റെ ഇടയിലും മസാലപ്പൊടിയും എണ്ണയും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നാരങ്ങ പെട്ടെന്ന് പാകം വരാനും കൂടുതൽ സ്വാദ് ഉണ്ടാവാനായിട്ട് നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മസാലപ്പൊടി കുറവാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുപ്പിയുടെ അടിഭാഗത്തും അതുപോലെ തന്നെ ഏറ്റവും മുകളിലും മസാലപ്പൊടി വെതറി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുപ്പി ഒന്ന് ഷേക്ക് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചേക്കണത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ മുകളിലിട്ടേക്കണ മസാലപ്പൊടി നാരങ്ങകളുടെ ഇടയിൽ കൂടെ അടിവരെ എത്തും. ഇനി നമുക്ക് ഈ നാരങ്ങ ഒന്ന് മുറിച്ച് നോക്കാം. ചോറിനും അതുപോലെ തന്നെ കഞ്ഞിക്കും വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ നിറച്ച നാരങ്ങ. ഇത് 4 മുറിച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് 1 കിണ്ണം കഞ്ഞി കുടിക്കാം. അതുപോലെ തന്നെ നല്ല പുളിയുള്ള കട്ട തൈരും അതുപോലെ തന്നെ 1 കഷ്ണം നാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് 1 കിണ്ണം ചോറുണ്ണാം. കുറച്ച് പേഴ്സണലായിട്ടുള്ള തിരക്കുകൾ കാരണമായിരുന്നു നിറച്ച നാരങ്ങയുടെ ഭരണി തുറക്കണ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് വൈകിയത്. അപ്പോൾ നമ്മൾ നാരങ്ങ നിറയ്ക്കണ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ നിറച്ച നാരങ്ങ ആവശ്യപ്പെട്ടുകൊണ്ട് എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അഡ്രസ്സ് അയച്ചെന്ന ആൾക്കാർക്കൊക്കെ ഞാൻ നാരങ്ങ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിറച്ച നാരങ്ങ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ 7999489899 ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അത് നമുക്ക് ഇനി വീണ്ടും കാണാം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബായ്.